എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മ്യൂസ്കോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. മ്യൂസ്കോർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉബുണ്ടുവിൽ ലഭിക്കുന്നതിനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസിൽ സെർച്ച് ചെയ്യുന്ന വിൻഡോയിൽ മ്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. MU എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം വരുന്നത് മ്യൂസ്കോറിൻ്റെ ആപ്ലിക്കേഷനായിരിക്കും. അതിൽ എമ്മും യുവും കൂടി ചേർന്ന രീതിയിൽ അല്ലെങ്കിൽ സാ എന്നുള്ള രീതിയിൽ വരുന്ന മ്യൂസ്കോറിൻ്റെ ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യുക. 6ാം ക്ലാസ്സിലാണ് കുട്ടികൾ മ്യൂസ്കോർ ആദ്യമായിട്ട് പഠിക്കുന്നത്. അതിൽ കാക്കേ കാക്കേ എന്ന് പറയുന്ന ആ ഒരു പാട്ടിൻ്റെ ഈണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റ് കൂടുതലുള്ള പാട്ടുകൾക്കാണെങ്കിൽ നമ്മൾ ഈ വിൻഡോയിൽ ഓരോന്നും കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ ട്രബിൾ പ്ലഫും മറ്റങ്ങനെയുള്ള ഓരോന്നും ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കാര്യം ചെയ്യുന്നതിനായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് ലെവൽ എന്ന രീതിയിൽ ആ വിൻഡോ തുറന്നു വരുന്ന ഫസ്റ്റ് വിൻഡോയിൽ ആ ഓപ്ഷൻസ് ഉള്ളത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വരുന്ന ടൈറ്റിൽ എന്നുള്ള ഭാഗത്ത് നമുക്ക് ഏത് പാട്ടിൻ്റെ ആണോ ഈണം നൽകേണ്ടത് ആ പാട്ടിൻ്റെ പേര് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കാക്കേ കാക്കേ എന്ന് പറയുന്ന പാട്ടിൻ്റെ ഈണമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് അവിടെ അതിന് പേര് കൊടുക്കുന്നു. പിന്നീട് തൊട്ടു താഴെ വരുന്ന സ്റ്റഫുകളിൽ നമ്മൾ സാധാരണ കുട്ടികൾ കോപ്പി എഴുതുന്ന പോലെ വരകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 5 വരകളും അതിൻ്റെ ഇടയിൽ 4 ഭാഗങ്ങളുമായിട്ടുള്ള ഭാഗമുണ്ടല്ലേ. ആ വരകളെ മ്യൂസിക്കിൽ സ്റ്റഫ് എന്ന് പറയുന്നു. അതിൻ്റെ ഇടയിലാണ് മ്യൂസിക്കൽ നോട്ടുകൾ ആഡ് ചെയ്യുക. ഓരോ മ്യൂസിക് നോട്ടിനും ഹെഡും, അതായത് താഴെ കുറച്ച് കറുത്ത രീതിയിൽ കാണുന്ന ഭാഗം, അതിന് തൊട്ട് മുകളിലോട്ടായിട്ട് സ്റ്റെമ്മ്, തുടർന്ന് അതിൻ്റെ ഫ്ലാഗ് എന്ന് പറയുന്ന ഭാഗവുമുണ്ട്. ഇതിലെ ഹെഡ് കൃത്യമായി ഈ വരകളിൽ എവിടെയാണോ സ്ഥാനം, ഓരോ പാട്ടിൻ്റെയും കൃത്യമായിട്ടുള്ള ഈണത്തിനനുസൃതമായിട്ടുള്ള ഓരോ ഭാഗങ്ങളുണ്ട്. അവിടെ കൃത്യമായി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസൃതമായിട്ടുള്ള ശബ്ദം നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഇവിടെ കാക്കേ കാക്കേ കൂടെ ഇവിടെ എന്ന് പറയുന്ന 6ാം ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ള ആ മ്യൂസിക്കിൻ്റെ അതിൻ്റെ ഈണത്തിൻ്റെ നോട്ട് പുസ്തകത്തിലുണ്ട്. ആ നോട്ട് നോക്കി അതുപോലെ ഇൻപുട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് ചെയ്യാനായിട്ട് ഈ ടൂൾ ബാറിൻ്റെ ഏറ്റവും മുകളിൽ ഇടതുവശത്തുള്ള N എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഏത് നോട്ടാണോ സെലക്ട് ചെയ്യാൻ. ഇവിടെ പലതരത്തിലുള്ള നോട്ടുകൾ, സംഗീതത്തിലെ നോട്ടുകൾ മുകളിലെ ടൂൾ ബാറിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്ന് 8 നോട്ട്, ഹാഫ് നോട്ട്, അങ്ങനെ പലതരത്തിലുള്ള നോട്ടുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും നമുക്കിങ്ങനെ പരിചയപ്പെടാവുന്നതാണ്. അതിൻ്റെ മുകളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പേര് അവിടെ കാണിക്കും. ഇനി നോട്ട് ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം N എന്ന് പറഞ്ഞത് N ബട്ടൺ ആക്റ്റീവ് ആക്കിയതിന് ശേഷം നമുക്ക് ഏത് നോട്ടാണോ ആവശ്യമുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കേണ്ടുന്ന ആ നോട്ടിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ സൈഡിൽ കാക്കേ കാക്കേ എന്ന് പറയുന്ന പാട്ടിൻ്റെ ഈണം അവിടെ നോട്ട് സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ നോട്ട് സെലക്ട് ചെയ്ത് അവിടെ നോട്ടിൻ്റെ സ്ഥലത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വരും. ഇനി അതിൻ്റെ താഴേക്ക്, ഈ വരകളുടെ താഴേക്ക് വരുന്ന ഭാഗത്താണെങ്കിൽ അതിലേക്ക് നമ്മൾ മൗസ് കൊണ്ട് പതുക്കെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ അതിനനുസൃതമായി കുറേ വരകൾ കാണും. ആ വരകളിൽ വെക്കുമ്പോൾ ഈ മ്യൂസിക്കൽ നോട്ടിൻ്റെ നടുവിൽ വരുന്ന വരകളും മാറ്റങ്ങളും ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. കൃത്യമായി അതുപോലെ തന്നെ നമുക്ക് കിട്ടും. ഇനി ഇവിടെ ആദ്യത്തെ 2 നോട്ടുകൾ സെയിം തന്നെയാണ് പിന്നീട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതിന് നമുക്ക് രണ്ടെണ്ണത്തിനെയും ഒരുമിച്ച് ഏതെങ്കിലും നോട്ട് ഇൻപുട്ട് ചെയ്യുന്ന ഭാഗം നമ്മളൊന്ന് ഓഫാക്കിയതിന് ശേഷം 2 നോട്ടുകളും ആദ്യത്തെ ഒരു നോട്ടിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത നോട്ടിലേക്ക് ഷിഫ്റ്റ് ആരോ കീ ഞെക്കിക്കഴിഞ്ഞാൽ, ഷിഫ്റ്റ് റൈറ്റ് ആരോ കീ ഞെക്കിക്കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി എടുത്ത് തൊട്ടടുത്ത നോട്ടിൽ ക്ലിക്ക് ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യാനും നമുക്ക് പറ്റും. ഇനി ഇപ്പോൾ ആദ്യത്തെ 4 നോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന നോട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിനെ അടുത്ത സ്ഥലത്ത് കൃത്യമായിട്ടുള്ള നോട്ടിൻ്റെ സ്ഥലത്ത് പ്ലേസ് ചെയ്ത് പിന്നീട് വരുന്ന നോട്ടിലാണ് ചെറിയൊരു മാറ്റമുള്ളത്. അപ്പോൾ ആ നോട്ടിൽ നമ്മൾ സാധാരണ മ്യൂസിക്കിനൊക്കെ കാണിക്കുന്ന ഒരു നോട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ 2 ഹെഡുകൾ വരുന്ന രീതിയിലുള്ള നോട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് കൃത്യമായി ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള എവിടെയാണോ ഹെഡ് ഉള്ളത് അവിടെയും കൂടി ഹെഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ നോട്ട് പൂർണ്ണമായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. വളരെ ശ്രദ്ധിച്ചൊന്ന് ചെയ്താൽ മതി. അത് നമ്മൾ രണ്ടാമത് വേറെ നോട്ടിൽ ക്ലിക്ക് ചെയ്യേണ്ട, ആ നോട്ട് തന്നെ രണ്ടാമത്തെ ഭാഗത്തും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഹെഡിൻ്റെ ഭാഗം കൃത്യമായി നോക്കി എവിടെയാണോ എന്നുള്ളത് നോക്കി രണ്ടാമതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് കിട്ടും. ഏതെങ്കിലും ഒരു നോട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ Ctrl+Z അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അൺഡു ചെയ്ത് അതിനെ മാറ്റാം. ഇനി അല്ലെങ്കിൽ നോട്ട് ഇൻപുട്ട് എന്നുള്ള ഭാഗം ഓഫാക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കട്ട് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓരോ നോട്ടിന് കൃത്യമായി സെലക്ട് ചെയ്തിട്ട് ചെയ്യണമെന്ന് മാത്രം.
ഇനി ഇടയിലുള്ളതാണ് മാറുന്നതെങ്കിൽ, നമുക്ക് കുറേ ചെയ്തതിന് ഇടയിലുള്ളതാണ് മാറുന്നതെങ്കിൽ നമുക്ക് അത്രയും വേണ്ട ഭാഗങ്ങൾ സെലക്ട് ചെയ്തെടുത്ത് കോപ്പി ചെയ്ത് മറ്റൊരു ഭാഗത്ത് പ്ലേസ് ചെയ്യുകയോ അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മാറ്റിയതിന് ശേഷം തിരിച്ച് പേസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അത് നിങ്ങളുടെ യുക്തി പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ നോട്ട് ഇൻപുട്ട് ചെയ്യുമ്പോൾ നോട്ട് ഇൻപുട്ട് എന്ന് പറയുന്ന എന്ന് പറഞ്ഞ ബട്ടണിൽ പ്ലേസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുകയും ബാക്കി കട്ട് കോപ്പി പേസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ നോട്ട് ഇൻപുട്ട് ഓഫ് ആക്കിയിട്ട് ചെയ്യുകയും ചെയ്യുക. നോട്ട് ഇൻപുട്ട് എന്നുള്ള ഭാഗം ഓണാക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം, നമ്മൾ ഏതെങ്കിലും നോട്ടിൽ ഓണായിട്ടാണ് ഉള്ളതെങ്കിൽ നമ്മൾ കോപ്പി ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ നോട്ട് അവിടെ വരികയും വീണ്ടും റിപ്പീറ്റായിട്ട് നോട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോട്ട് എന്നുള്ളത് ഓഫാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ബാക്കി ഫങ്ഷനുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക. ഓരോ നോട്ടുകളായും ശ്രദ്ധിച്ച് അതിൻ്റെ സ്ഥാനം ഈ 4 വരകളിൽ എവിടെയാണോ അത് കൃത്യമായി നോക്കി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈണം കൃത്യമായിട്ട് കിട്ടും. ആ വരകളുടെ സ്ഥാനത്തിൽ നമ്മൾ കൊടുക്കുന്ന ഹെഡിൻ്റെ സ്ഥാനം മാറിപ്പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് ഈണത്തിലും മാറ്റം വരും. ഓരോ നോട്ടും ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം നമുക്ക് മാറ്റാൻ ഇതിൻ്റെ അകത്ത് പറ്റുന്നത് ഇതിൻ്റെ പിച്ചാണ്. ഇതിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് പിച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ പിച്ചും നമുക്ക് വേണമെങ്കിൽ, നമ്മൾ തയ്യാറാക്കുന്ന ഈണത്തിൻ്റെ പിച്ചും നമുക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ വരി ഏകദേശം ചെയ്ത് കഴിയാറായിട്ടുണ്ട്. ഇതുപോലെ രണ്ടാമത്തെ വരിയും നോട്ടുകൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ മറ്റ് നോട്ടുകളുടെ മറ്റ് പാട്ടുകളുടെ ഇതിപ്പം ഏറ്റവും ഫസ്റ്റ് ലെവൽ എന്ന രീതിയിൽ കാക്കേ കാക്കേ കൂടെ ഇവിടെ എന്നുള്ള ഒരു പാട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് മറ്റു പാട്ടുകളുടെ ഇതിന് നമുക്ക് തുടക്കത്തിൽ ക്ലഫുകൾ സെലക്ട് ചെയ്യാനുണ്ടാവും. ഇതിന് ഏറ്റവും ആദ്യം കാണുന്ന ചിഹ്നമാണ് ക്ലഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പലതരത്തിലുള്ള ക്ലഫുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ട്രബിൾ ക്ലഫ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്ലഫുകളുണ്ട്. അങ്ങനെയുള്ള ക്ലഫുകളും നമുക്ക് എഫ് മേജർ, ഡി മൈനർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നോട്ടുകളുടെ ഭാഗങ്ങളും ആദ്യ ഭാഗത്ത് കൃത്യമായി സെലക്ട് ചെയ്യുന്നതിന് നമ്മൾ കുറച്ചും കൂടി ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടാം. മറ്റൊരു പാട്ടിൻ്റെ ഈണം തയ്യാറാക്കിയിട്ട് നമുക്കത് പരിചയപ്പെടാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓരോ നോട്ടും ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള പ്ലേ ബട്ടണിൽ, അതായത് രണ്ടാമത്തെ വരിയിൽ നടുവിലായിട്ട് നമുക്ക് ഏകദേശം കാണാം ഒരു പ്ലേ ബട്ടൺ ഉണ്ട്. ആ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അതുവരെയുള്ള ഭാഗങ്ങൾ അതിൻ്റെ ഈണം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഏതെങ്കിലും ഭാഗത്ത് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് ഒന്ന് കറക്റ്റ് ചെയ്ത് നമുക്ക് വീണ്ടും ചെയ്യാവുന്നതാണ്. അങ്ങനെ ഓരോന്നും നോട്ടുകൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ, അപ്പോൾ ഇതിൽ തന്നെ പലതരത്തിലുള്ള നോട്ടുകളുണ്ട്. അത് നമ്മൾ തൊട്ട് മുകളിലുള്ള ടൂൾ ബാറിൽ മൂന്നാമത്തെ വരിയിലുള്ള മ്യൂസിക് നോട്ടുകളിൽ ഓരോന്നായിട്ട് ചെയ്യുക. 8 നോട്ടും ഹാഫ് നോട്ടും ഒക്കെയാണ് കൂടുതൽ നമ്മൾ ഈ ഇതിൽ കൂടുതലായിട്ട് വരുന്നുള്ളത്. അത് ഓരോന്നും അതിൻ്റെ ഹെഡിൻ്റെ സ്ഥാനം കൃത്യമായ സ്ഥലത്ത് പ്ലേസ് ചെയ്ത് മൗസ് കൊണ്ടോ നമ്മുടെ കീബോർഡിലെ നമ്മൾ കീബോർഡ് ഉപയോഗിച്ചിട്ടോ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിന് ചെയ്യാം. മൗസ് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ സൗകര്യം. വേണമെങ്കിൽ ഈ സ്ക്രീൻ കുറച്ച് വലുതാക്കി നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കീബോർഡിലെ കൺട്രോളും മൗസും ഉപയോഗിച്ച് നമുക്ക് കുറച്ച് വലുതാക്കി സൂം ചെയ്തിട്ട് നമുക്ക് ഓരോ നോട്ടിൻ്റെയും സ്ഥാനം കൃത്യമായിട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇനി ആ നോട്ടുകളിൽ ഓരോന്നും ശബ്ദത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് ഇവിടുത്തെ കേസിൽ ഈ ഓരോ നോട്ടിലും ചില സ്ഥാനങ്ങൾ താഴേക്ക് വരുമ്പോൾ അതിൽ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ താഴേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും ആ നോട്ടിൻ്റെ അടിയിലോട്ട് കുറച്ച് വരകൾ വരുന്നതായിട്ട് കാണാം. ആ വരകളിൽ കൃത്യമായി പ്ലേസ് ചെയ്താൽ ആ നോട്ടിൻ്റെ നടുവിൽ വര വരുന്നതും മുകളിൽ വര വരുന്നതും അതുപോലെ താഴെ ഭാഗത്തേക്ക് വര വരുന്നതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അങ്ങനെ നോട്ടുകൾ ചിലപ്പോൾ നമ്മൾ മുകളിൽ തപ്പിയാൽ കാണില്ല. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ 2 നോട്ടുകൾ, ഇപ്പോൾ ഇവിടെ വരുന്ന നോട്ടിൽ അതിൻ്റെ ഹെഡ് മാത്രമേ നമ്മൾ കാണുള്ളൂ. ആ നോട്ടായിരിക്കില്ല നമ്മൾ ശരിക്കുള്ള നോട്ടിൽ കാണുന്നുണ്ടാവുക. അപ്പോൾ അത് കിട്ടുന്നതിന് രണ്ടാമത് അതേ നോട്ട് കൂടി അതിൻ്റെ ഹെഡ് ശരിയായ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ രൂപം മാറി വരുന്നതും നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ഓരോ നോട്ടിൻ്റെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. മ്യൂസിക്കിൽ കുറച്ച് അറിവും കൂടി ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായി ചെയ്യാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് മ്യൂസിക്കിലെ ഈണത്തിൽ കുറച്ച് താല്പര്യം ജനിപ്പിക്കുന്നതിനും പാട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ആദ്യമായിട്ട്
ഇതിൻ്റെ നോട്ടുകളെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് 6ാം ക്ലാസ്സിൽ മ്യൂസ്കോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പഠിപ്പിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും ഭംഗിയായി ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് മ്യൂസ്കോർ. ഒരു പാട്ടിൻ്റെ ഈണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതിനും അത് എക്സ്പോർട്ട് ചെയ്ത് MP3 ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിലേക്ക് ഉപയോഗിക്കാനുമൊക്കെ മ്യൂസ്കോർ സഹായിക്കും. ഇതിൻ്റെ ഈണം നമുക്കെടുത്ത് ടൈപ്പ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് വേണ്ട രീതിയിൽ വേണ്ട ഭാഗങ്ങളെടുത്തിട്ട് നമുക്കൊരു മ്യൂസിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതേ മ്യൂസിക് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ റിംഗ് ടോണുകളാക്കി മാറ്റുകയോ മറ്റാവശ്യങ്ങൾക്ക് MP3 ആക്കി മാറ്റി യൂസ് ചെയ്യാവുന്നതാണ്. അത് നമ്മളങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ ഈ ഫയലുകളെ എക്സ്പോർട്ട് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന ഫയലുകളിലെ ഭാഗങ്ങൾ നമുക്ക് ആവശ്യത്തിന് പിന്നീട് ഉപയോഗിക്കണമെങ്കിലോ എഡിറ്റ് ചെയ്യണമെങ്കിലോ ഫയലിൽ സേവ് ചെയ്ത് വെക്കാം. ആവശ്യമുള്ള ഫോൾഡറിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് സേവ് ചെയ്ത് വെക്കാം. നമുക്ക് ഇതിനെ MP3 ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഈ ഫയലിനെ എക്സ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളിത് ഏകദേശം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഈണം നമുക്ക് ലഭിക്കുന്നതാണ്. ആ ഈണം കേട്ട് നോക്കി നമുക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇനി നമ്മൾ തയ്യാറാക്കിയ ഫയൽ എക്സ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ഏറ്റവും മുകളിൽ ഇടതുവശത്ത് ഫയലിൽ എക്സ്പോർട്ട് എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായിട്ടുള്ള ഫയൽ നെയിം കൊടുത്ത് .mp3 എന്ന് സേവ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ .pdf എന്നാണുള്ളത്. PDF-ലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് അങ്ങനെ .pdf കൊടുക്കേണ്ടത്. MP3 ആയിട്ട് കൊടുക്കണമെങ്കിൽ .mp3 എന്നുള്ള എക്സ്റ്റൻഷൻ കൊടുക്കുക. അതിനുശേഷം വലതുവശത്ത് സേവ് എന്നുള്ള ബട്ടണിൽ കൊടുക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള ലൊക്കേഷൻ എവിടെയാണോ അത് കൊടുത്തതിന് ശേഷം വലതുവശത്ത് മുകളിലുള്ള സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് കൊടുക്കുമ്പോൾ ഈ നമ്മൾ കൊടുത്തത് എക്സ്പോർട്ടായി വരുന്നത് അവിടെ കാണിക്കും. അത് 100% കഴിയുമ്പോൾ നമ്മുടെ മ്യൂസിക് അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ലൊക്കേഷനിൽ സേവ് ആയിട്ട് വരും. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഫസ്റ്റ് ലെവലിൽ മ്യൂസ്കോറിൽ ചെയ്യുന്ന വിധമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ ലെവൽസ് കൂട്ടിയിട്ട് നമുക്ക് ട്രബിളും അതുപോലെ തന്നെ എഫ് മേജർ, ഡി മൈനർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചേർത്ത് മറ്റൊരു സംഗീതത്തിൻ്റെ ഈണം തയ്യാറാക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടാം. ഈ വർക്ക് നമ്മൾ ചെയ്ത സാധനം സേവ് ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫയലിൽ സേവ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് സേവ് ചെയ്തിടാവുന്നതാണ്. അങ്ങനെ സേവ് ചെയ്താൽ നമുക്ക് വീണ്ടും അത് എഡിറ്റ് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കുകയോ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.